ഇപ്രാവശ്യത്തെ ഓണം കളറാക്കാൻ നിറം ഫാബും റെഡിയായി കഴിഞ്ഞു. വേഗം പോരെ. ലേഡീസിനും ജെന്റ്സിനും കുട്ടികൾക്കും ട്രെൻഡിനൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. വേറൊന്നുമല്ല, നമ്മുടെ മേപ്പാടം സെന്ററിലേക്ക് വേഗം പോരും. ഈ ഓണം ആഘോഷമാക്കാം നിറം ഫാബിനൊപ്പം. കായാമ്പൂവം മുതൽ മായന്നൂർ കടവ് വരെയുള്ള പുതുതായി നവീകരിച്ച റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കൊണ്ടാഴി മൂത്തേടത്തുപടി അങ്കണവാടിക്ക് മുന്നിലെ റോഡിലാണ് ഗുരുതരമായ ചോർച്ച തുടരുന്നത്. കായമ്പൂവം മുതൽ മായന്നൂർ കടവ് വരെയുള്ള അടുത്തിടെയായി നവീകരിച്ച പുതിയ റോഡിലാണ് റോഡിനുള്ളിലെ പൈപ്പ് ലൈൻ പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോകുന്നത്. ഈ പ്രവണത തുടങ്ങി മാസങ്ങളേറെയായിട്ടും ഈ റോഡിലൂടെ ദിനവും കടന്നുപോകുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ കുടിവെള്ളം പാഴാകുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ആരോപണമാണുള്ളത്. വണ്ടികൾ ചാടിയിട്ട് വെള്ളം അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതിന് വാട്ടർ അതോറിറ്റി എന്തെങ്കിലും ഒരു പരിഹാരം കാണണം മാത്രമേ ഞാൻ പറയാറുള്ളൂ. എത്ര വെള്ളമാണ് ഒരു ദിവസം പോകണമെന്ന് അറിയില്ല. അപ്പോൾ അതിന് വാട്ടർ അതോറിറ്റി എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ. റോഡിലെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് കൊണ്ടാഴി മൂത്തേടത്തുപടി അങ്കനവാടിക്ക് മുന്നിലുള്ള റോഡിലാണ്. മായന്നൂർ സെന്റ് തോമസ് സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളും അങ്കനവാടി ജീവനക്കാരും രക്ഷിതാക്കളും കുട്ടികളും ഉൾപ്പെടെ പാതയോരത്തിലൂടെയുള്ള വഴിയാത്രക്കാർക്ക് വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്ത് ഇവിടെയുള്ള ഗർത്തത്തിൽ പെടുന്നത് മൂലം ചെളി അഭിഷേകമാണ് സമ്മാനിക്കുന്നത്. മായന്നൂർ സെന്റ് തോമസ് ഹൈസ്കൂളിലേക്ക് വരുന്ന റോഡിന് സമീപം മെയിൻ റോഡിൽ പൈപ്പ് പൊട്ടി മാസങ്ങളോളം വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കുടിവെള്ളക്ഷാമം ഒക്കെയുള്ള സമയങ്ങളിൽ ഇങ്ങനെ വെള്ളം പോകുന്നത് നമ്മളെ പഞ്ചായത്തിൻ്റെ അധികൃതരും മറ്റുള്ള ആൾക്കാരും ഈ മാസങ്ങളോളം വെള്ളം പോകുമ്പോൾ ഇതിനൊരു നടപടിയൊന്നും എടുക്കുന്നില്ല അവിടെ. ഇതൊന്ന് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ കഴിച്ച് വെള്ളം ഇതിനെ ലീക്കായി പോകാണ്ട് ഇരിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. കുട്ടൻ കൂട്ടിൽമുക്ക് പൊതുപ്രവർത്തകനായ മുരളീദാസ് എന്നിവർ പ്രദേശവാസികളും വഴിയാത്രക്കാരും ഇവിടെ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് വിവരിക്കുന്നു. റോഡിൽ കുടിവെള്ളം പാഴാക്കി കളയുമ്പോൾ തൊട്ടിപ്പുറത്തുള്ള അംഗനവാടിയിലെ കുട്ടികൾക്കും ജീവനക്കാർക്കും കുടിവെള്ളം ലഭിക്കാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളതെന്ന് അംഗൻവാടി ജീവനക്കാരും വ്യക്തമാക്കി. PWD റോഡാണെന്നും മറ്റും പറഞ്ഞ് വാട്ടർ അതോറിറ്റിയും സേവനത്തിൽ നിന്നും പിന്മാറിയതായും ആരോപണമുണ്ട്. അംഗൻവാടിയിലെ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ എന്താ പറയുക, വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കിട്ടാറില്ല. ഇവിടെ അംഗൻവാടിയിൽ കുട്ടികൾക്കും വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പുറത്തുനിന്നാണ് വെള്ളമൊക്കെ കൊണ്ടുവരുന്നത്. കുറച്ച് കാലങ്ങളായി ഞങ്ങൾ കുറേ പ്രാവശ്യം പരാതിയായിട്ട് കൊടുത്തിട്ട് പറഞ്ഞിട്ടും അവരിവിടെ വന്നിട്ട് PWD പ്രശ്നം കൊണ്ടാണ് വരാത്തത് എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാ പ്രാവശ്യം പോവാറാണ് പതിവ്. ഇതുവരെ ആയിട്ട് അതിനൊരു നടപടി എടുത്തിട്ടില്ല. എങ്ങനെയായാലും ഈ മഴക്കാലത്തും കുടിവെള്ള ദൗർലഭ്യം നേരിടുന്ന വേളയിൽ കുടിവെള്ള ചോർച്ച പരിഹരിച്ച് റോഡിന്റെ തകർച്ച പരിപൂർണതയിൽ എത്തിക്കാതെ ഇനിയെങ്കിലും ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ശക്തമായ ആവശ്യമുയരുന്നത്. CCV ന്യൂസ് കൊണ്ടാഴി. വിശാലമായ കാർ പാർക്കിങ്ങോടുകൂടി ലേഡീസിനും കിഡ്സിനും ജെന്റ്സിനും ഒരുപോലെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ പുതിയൊരു ഷോപ്പ് നമ്മുടെ ചേലക്കരയിൽ ഓപ്പൺ ആയത് നിങ്ങൾ അറിഞ്ഞോ? അതാണ് VK സിൽക്സ്. ലൊക്കേഷൻ വരുന്നത് നിയർ ഗണപതി കോവിൽ INTUS റോഡ് അഥവാ SMT സ്കൂൾ മെയിൻ റോഡിലുള്ള